ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് ഇതുപോലത്തെ ഒരു പ്രസ് ഡ്രില്ലിംഗ് മെഷീനായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്താണ് കണ്ട. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് ആവും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു PVC പൈപ്പ് അതിൻ്റെ സെൻറ്ററായിട്ടൊന്ന് മുറിച്ചിട്ട് ഇത് ചൂടാക്കി ഇങ്ങനത്തെ ഷീറ്റാക്കി എടുക്കണം. ആദ്യം തന്നെ അങ്ങനെ ഷീറ്റാക്കി എടുത്തതിന് ഒരു ചെറിയ പീസാണ് നമ്മളിപ്പോൾ എടുത്താണ്, ഒരു സ്ക്വയർ ഷേപ്പിൽ. അത് കഴിഞ്ഞിട്ട് ഒരു നീളത്തിലുള്ളൊരു 4 പീസ് ഈ PVC ഷീറ്റിൽ നിന്ന് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ആ 4 നമ്മൾ ഈ സ്ക്വയർ പോലെ മുറിച്ചെടുക്കുന്ന പീസില്ല, ആ പീസിൻ്റെ അടിഭാഗത്ത് ഇതിങ്ങനെ വെച്ചിട്ട് ആ 4 സൈഡിലായിട്ട് ഈ 4 പീസ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇതായിട്ട് അതിൻ്റെ ബേസ് എന്ന് പറയണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ചെറിയ നീളത്തിലുള്ള പീസ് 2 വലിയ നീളത്തിലുള്ള പീസ് ഇതിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു വലിയ പീസും ഒരു ചെറിയ പീസും ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ആ വലിയ പീസിൻ്റെ അടിഭാഗത്ത് ഇതിങ്ങനെ ഈ ചെറിയ പീസ് ഇതിങ്ങനെ അങ്ങോട്ട് വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അടുത്ത സൈഡ് ഭാഗത്ത് അടുത്ത ചെറിയ പീസ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ആ വലിയ പീസ് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കുക. ഇങ്ങനെ ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു 4 നീളത്തിലുള്ള ചെറിയ പീസ് എടുത്തുകൊണ്ട് ആ പീസ് നമ്മൾ ഇതുപോലത്തെ ഒരു നീളത്തിലുള്ളൊരു വേറൊരു പീസ് കൊണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ പീസിൻ്റെ ഇവിടെ 2 ആയിട്ട് ഇതിങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേറെ 2 പീസ് ഇങ്ങനെ ഒരുമിച്ച് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഒരു പീസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സംഭവമില്ല, ഈ സംഭവത്തിൻ്റെ സെൻറ്ററിൽ ഈ പീസ് ഇതിങ്ങനെ സ്മൂത്തായിട്ട് കയറി ഇറങ്ങുകയും ചെയ്യണം കേട്ടോ. കണ്ടോ, അതിങ്ങനെ അങ്ങോട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഈ ബോക്സില്ലേ, ആ ബോക്സിൻ്റെ ഇവിടേക്ക് ഈ സാധനം ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇതിങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മളത് ഒട്ടിച്ചിടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഇതില്ലേ, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറണമെന്ന് നോക്കണം കേട്ടോ. അതിങ്ങനെ കയറ്റുമ്പോൾ കുറച്ച് ടൈറ്റ് ഉണ്ടായാലും കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് വളച്ച് ഇങ്ങനെ ഒരു ഷേപ്പാക്കി എടുക്കുക, ചൂടാക്കി. അത് കഴിഞ്ഞിട്ട് ആ പീസ് നമ്മൾ എഴുതി കണ്ട ഈ ഹോളിലേക്ക് ഇങ്ങനെയാണ് ഇറക്കി വയ്ക്കണ്ട. അപ്പോൾ ഇങ്ങനെ മുകളിലോട്ട് താഴോട്ട് ആക്കുമ്പോൾ ആവണം കേട്ടോ അത്. അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ക്വയറിലുള്ള ഷേപ്പിൽ നമ്മളൊരു കുറച്ച് പീസുകൾ ചെറിയ പീസുകൾ ഈ ഷീറ്റ് തന്നെ ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ബോക്സായി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനം ഇങ്ങനെ ഊരിയെടുക്കുക. എന്നിട്ട് ആ നേരത്തെ ഉണ്ടാക്കിയ ബോക്സില്ലേ, ഈ ബോക്സ് എടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കുക. ഈ സാധനത്തിൻ്റെ ഒരു ഇതിനകത്തേക്ക് ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മറ്റു സാധനം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. ചെയ്യണ്ട അങ്ങനെ ഇങ്ങനെ ആവണം കേട്ടോ അത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ഈ PVC ഷീറ്റ് തന്നെ ഇങ്ങനെ ചെയ്തെടുത്താണ് കേട്ടോ. അതിൻ്റെ അറ്റത്ത് ഇതിങ്ങനെ ഒരു ഹോൾ ഇട്ടുണ്ട്. എന്നിട്ട് ഈ ഷീറ്റ് ഈ ബോക്സിൻ്റെ ഇവിടെ ഒട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് വേറൊരു നീളത്തിലുള്ളൊരു പീസ് എടുക്കുക, PVC ഷീറ്റ് തന്നെ അതെടുത്തിട്ട് ഈ ഹോളിലേക്ക് ഇതിങ്ങനെ അങ്ങോട്ട് ആക്കി കൊടുക്കുക. ഇതാട്ടോ ഇതിൻ്റെ ലിവറായിട്ട് ഉപയോഗിക്കണം കേട്ടോ. ഇങ്ങനെ മുകളിലോട്ട് താഴ്ത്തിട്ട് ആക്കണത്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കാൻ വേണ്ടി നമ്മളിത് ഇവിടെ കണ്ട ഇവിടെ നമ്മൾ ഒരു സ്ക്രൂ കയറ്റി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ചെയ്യണം ഇങ്ങനെ ഒരു സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ അത് അങ്ങോട്ട് ഇടും നീങ്ങാൻ എളുപ്പമായിരിക്കും കേട്ടോ. ചെയ്യണ്ട ഇങ്ങനെയാണ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമ്മൾ ടൈറ്റ് ചെയ്തെടുത്തന്നെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലിവർ അടിച്ച് താത്തുമ്പോഴും ഇതിങ്ങനെ മുകളിലോട്ട് താഴ്ത്തിട്ട് ഇങ്ങനെ ഔട്ടാ കണ്ട. വേണ്ട ഇങ്ങനെ ഔട്ടാ. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു 12 വോൾട്ടിൻ്റെ വലിയ മോട്ടർ എടുക്കുക. അതുകൊണ്ട് ആ മോട്ടറിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു ചക്കിൽ നമ്മൾ ഇതിനകത്ത് കയറാൻ പാകത്തിന് ഒരു പേപ്പർ റോൾ ചെയ്ത് സെറ്റ് ചെയ്തെടുത്തുന്നതാട്ടത്. ചക്ക് പോലെ ഉണ്ടാക്കിയെടുത്തുന്നതാട്ടത്. അടുത്തിട്ട് ഇങ്ങനെ കയറ്റി ടൈറ്റ് ചെയ്ത് തുറക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഒരു 4 mm ബിറ്റായിട്ട് നമ്മളിപ്പോൾ ഇടണേ. ആ ബിറ്റായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് തുറക്കുക. ഇതുണ്ട ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് തുറക്കുക. വേണ്ട ഇപ്പോൾ സെറ്റ് ചെയ്തെടുത്തന്നെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സംഭവമില്ലേ, ഈ സംഭവത്തിൻ്റെ ഇവിടെ ആയിട്ട് ഈ മോട്ടർ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചിടുക.
ഇപ്പം ഇങ്ങനെ ഒട്ടിച്ചെടുത്തണ്ട കേട്ടോ കണ്ടോ. അതുകഴിഞ്ഞിട്ട് ലിവർ എടുത്ത് താഴ്ത്തുമ്പോഴും പൊക്കുമ്പോഴും കണ്ടോ ഈ മോട്ടർ ഇങ്ങനെ താഴത്തോട്ട് മുകളിലോട്ട് ഇങ്ങനെ ആവട്ടോ. അതായിട്ട് നമുക്ക് വേണ്ടേ. അതിനായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ നമ്മുടെ ബേസില്ലേ, ആ ബേസിലേക്ക് നമ്മൾ ഈ സംഭവം ഈ ബോച്ച് പോലെ ഉണ്ടാക്കിയ സാധനമല്ലേ ഇതെടുത്തിട്ട് ഇതിങ്ങനെ ഇങ്ങോട്ട് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇപ്പം ഇങ്ങനെ ഒട്ടിച്ചെടുത്തണ്ട കേട്ടോ കണ്ടോ കണ്ടോ. അപ്പോഴും ഇങ്ങനെ ആവണം കേട്ടോ. അതായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഈ പീസുകൾ ഷീറ്റ് തന്നെ ഇങ്ങനത്തെ 2 ചെറിയ പീസുകൾ ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ചെറിയ ഇങ്ങനത്തെ പീസുകൾ. ആ പീസുകൾ നമ്മൾ ഇതിൻ്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതിൻ്റെ ഹൈറ്റ് ഒന്ന് ഇച്ചിരി കൂട്ടണ്ട കേട്ടോ നമ്മൾ ഇതിനകത്ത്. ഇത് കണ്ടോ. അതിൻ്റെ ഒരു അഡാപ്റ്റർ എടുക്കുക. ഈ അഡാപ്റ്ററിൻ്റെ ഈ 2 വയർ ഉണ്ടല്ലേ, ഈ 2 വയർ നമ്മൾ നേരെ മോട്ടറിലേക്കാണ് പിടിപ്പിക്കുക. ഇതിങ്ങനെ പിടിപ്പിച്ചെടുക്കാം മോട്ടറിലേക്ക്. അതായിട്ട് ഇതിൻ്റെ മറ്റേ വയർ നേരെ കയറിലേക്ക് കൊടുക്കാം. നൈസ് വേണ്ട സംഭവം സെറ്റ് ചെയ്ത് തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ സാധനത്തിൻ്റെ പരിപാടി ഏകദേശം ഇത്ര ഉള്ളൂ കേട്ടോ. വേണ്ട ഓണാക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നൈസ് വേണ്ട സംഭവം ഇടയിലായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ലിവർ താഴ്ത്തുമ്പോഴും മുകളിലേക്ക് ആക്കുമ്പോഴും സംഭവം ഇടയിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഒരു PVC ഷീറ്റാണ് നമ്മളിപ്പോൾ തുളയ്ക്കാൻ നോക്കണേ. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ലിവറൊന്ന് താത്തി കൊടുക്കാം. ഓക്കെ സംഭവം ഇടയിലായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ് കണ്ട അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്താണ് കേട്ടോ കണ്ടത്. ഇത് നമുക്ക് ഈ ഷീറ്റ് മാത്രമല്ല അത്യാവശ്യം ചെറിയ പ്ലൈവുഡൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് തുളയ്ക്കാൻ പറ്റും കേട്ടോ ഇത് വെച്ച്. അപ്പോൾ നമ്മുടെ സംഭവം ഇത്രയുള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ സാധനം തമ്മിൽ അപ്പോൾ നമുക്ക് അടുത്തിട്ട് കാണാം.